കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 മെയ് മാസം 4-ാം തീയതി വിശുദ്ധ സഭായോഗമായി നമുക്ക് ദൈവത്തിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവസഭ കൂടി വരുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി കൃത്യമായി ദൈവവചനത്തിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീയവർദ്ധനവിനായി ഉതകട്ടെ. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഉപദേശമുണ്ട്. ഇവിടെ പാട്ടെന്നുള്ള വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പുതിയ നിയമസഭയിൽ പാട്ട് ആരാധനയല്ല. അത് ആർക്കും വേദപുസ്തകത്തിലൂടെ തെളിയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബുദ്ധി കൊണ്ട് പാടും, ആത്മാവ് കൊണ്ട് പാടും എന്നാ പൗലോസ് പറയുന്നത്. അതെന്താണെന്ന് പഠിക്കണം. ചുമ്മാ അങ്ങനെ പറഞ്ഞുകൊണ്ടായില്ല. ഞാൻ ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ട് അല്ല. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. അതാ എൻ്റെ ശരി. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. പ്രാർത്ഥനയും പാട്ടും ആത്മാവ് കൊണ്ട് എന്നിവിടെ പറയുന്നു, ബുദ്ധി കൊണ്ട് എന്നിവിടെ പറയുന്നു. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ഈ ബുദ്ധി കൊണ്ട് പാടും എന്നുള്ളത് നമ്മൾ ഈ പാടുന്ന പാട്ടുകളായിട്ട് ഇന്ന് പലരും അതിനെ വ്യാഖ്യാനിക്കുക. സ്തോത്രം. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. ഈ പാട്ട്, ബുദ്ധി കൊണ്ട് പാടുന്ന ഈ പാട്ട്, അത് അർത്ഥങ്ങൾ തെറ്റിപ്പോകാതെ വളരെ ദൈവവചനത്തിന് ചേരുന്ന നിലയിലുള്ള അർത്ഥങ്ങളോടുകൂടിയുള്ള പാട്ടുകളായിരിക്കണം. അത് നമ്മുടെ സഭായോഗങ്ങളിൽ പാടുമ്പോൾ ഒരു പാട്ട്, കുറഞ്ഞ പക്ഷം ഒരു പാട്ട്, ഒരു ഏകീകരണത്തിനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ആത്മാവിലേക്ക് അങ്ങോട്ട് തുടങ്ങാണ് പാട്ട്. ആത്മാവിലാ പിന്നെ ആരാധന. ആത്മാവിൽ ശക്തിയോടെ അങ്ങ് ആരാധിക്കുക. ഇനി അപ്പോസ്തലന്മാർ പാടിയ പാട്ട് ബുദ്ധി കൊണ്ട് പാടും, ആത്മാവ് കൊണ്ട് പാടുമെന്ന് വചനത്തിലൂടെ നമ്മളൊന്ന് പഠിക്കാൻ പോവാം. നമ്മൾ ഇന്നത്തെ കാലത്ത് നല്ല അർത്ഥസമ്പുഷ്ടമായ പാട്ടുകൾ, ജീവിതാനുഭവങ്ങളുള്ളവരൊക്കെ എഴുതുന്നത്, പാടുന്നത് തെറ്റില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ ഈ അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന പാട്ട് സ്തോത്രങ്ങളും ഹല്ലേലിയയുമാണ്. നമുക്ക് ഹല്ലേലിയ പാടാം, സ്തോത്രം പാടാം എന്ന് നമ്മൾ മനസ്സിലാക്കും. സാധാരണ പറയുന്നത് ബുദ്ധി കൊണ്ടുള്ള പാട്ട് നമ്മുടെ ഈ കൊച്ചുഞ്ഞുദേശി എഴുതിയതും, പിന്നെ ദാനിയേൽ അപ്പച്ചൻ എഴുതിയതും, സീസി അപ്പച്ചൻ എഴുതിയൊക്കെ പാട്ടൊക്കെയാണെന്ന് നമ്മൾ പറയുന്നത്. അത് നമ്മൾ പറയുന്നതല്ലേ. വേദപുസ്തകം പറയുന്ന ബുദ്ധി കൊണ്ട് പാടുന്ന പാട്ടെന്നുള്ളത് ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് പാട്ടുകളായിട്ടാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചേക്കുന്നത്. ഞാൻ അതുകൊണ്ട് അത് ക്ലിയറായിട്ട് അങ്ങ് പറയുക. അത് നമ്മൾ പാടുന്ന പാട്ടല്ല. എന്തുകൊണ്ട്? അപ്പോസ്തലന്മാർ ദൈവത്തെ ആരാധിച്ച സമയത്ത് പാട്ടുകളില്ല. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ പാട്ട് പാടി സ്തുതിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഏത് പാട്ടാ? ആത്മാവിൽ പാടി. അവർ ബുദ്ധി കൊണ്ടെന്താ പാടിയത്? ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞു. ഈ തിരിച്ചറിവ് വചനത്തിലൂടെയും നമ്മൾ പ്രാപിച്ചെടുക്കണം. എനിക്കിത് പറയാനേ പറ്റൂ. പിന്നെ ആരാധന. ഇന്ന് രാവിലെ എൻ്റെ ഹൃദയത്തിൽ ആ വാക്യം തന്നു കർത്താവ്. എടുക്കണ്ട. റോമർ 1:10, ഞാൻ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന ദൈവം, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം, പൗലൂസിന്മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ആത്മാവാം ദൈവത്തെ ആത്മാവിൽ ആരാധിക്കും. ഫിലിപ്പിയർ 1:3, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട്, നമ്മിൽ പകർന്നിരിക്കുന്ന ആത്മാവ് കൊണ്ട്
ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക. ഇതാണ് വചനത്തിൻ്റെ കിടപ്പ്. ഇനി ആരാധനയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ പഠനം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ ഈ അറിവുകൾ പലർക്കും വേണ്ട രീതിയിലില്ല എന്ന് തോന്നിപ്പോകും. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലെ സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു. പെന്തക്കോസ് നാളിൽ ആത്മാവ് വന്ന് ആത്മാവിൻ്റെ ആരാധന ഉടലെടുക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. എങ്ങനെയുള്ളവർ? ദൈവം ആത്മാവാകുന്നു, അവരെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പൊ പിതാവിനെ ആരാധിക്കണം എന്ന് യേശു പറഞ്ഞു. അത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പറഞ്ഞു. അതിനോട് ലിങ്ക് ചെയ്ത് ഫിലിപ്പിയർ 3:3 പഠിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. റോമർ 1:10 ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. ഇനി ഒത്തിരി വാക്യങ്ങളുണ്ട് എടുത്തു പറയാൻ. ഞാനതൊക്കെ ദൈവസന്നിരുന്ന് താഴ്മയോടെ വിനയത്തോടെ പറയട്ടെ. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പറയുന്നത്. ഒരു പൊട്ടനെ പോലെ ഇരുന്ന് പറയുകയല്ല. കാര്യങ്ങൾ കാര്യകാരണ സഹിതം മനസ്സിലാക്കി പറയുന്നത്, അല്ല ചുമ്മാ പറയുന്നില്ല. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അവർ ആരാധിച്ചു. എങ്ങനെ ആരാധിച്ചു എന്ന് പറഞ്ഞ് പറയത്തില്ലേ നിങ്ങളാരും? യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദൈവം എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞ് ആരാധിച്ചോണ്ടിരുന്നു. വേറെന്താ ആരാധന? ദൈവമക്കളെ, ശരിയായ ആരാധന പുതിയ നിയമത്തിലാണെന്ന് മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ യാഗം കഴിച്ച് ആരാധിച്ചു. 5 യാഗങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ ഒരൊറ്റ യാഗമേ ഉള്ളൂ. സൗരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഉണ്ടോ? 12:1. അപ്പം നാം തന്നെ നമ്മെ ദൈവപാദപീഠത്തിൽ യാഗമായിട്ട് സമർപ്പിക്കുക. ഹല്ലേലൂയ. ഒരു യാഗവസ്തുവായിട്ട് സമർപ്പിക്കുക. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ സമർപ്പിക്കുക. പഞ്ചേന്ദ്രിയങ്ങൾ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത വിശ്വാസികൾ കിടപ്പുണ്ട് ഇന്ന് ഭൂമിയിൽ. പാസ്റ്റർമാരുണ്ട്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, പഞ്ചേന്ദ്രിയങ്ങൾ. ദൈവത്തെ ആരാധിക്കുക. 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഈ അപ്പോസ്തലന്മാരുടെ ടീച്ചിങ്ങിലൂടെയുള്ള ഒരു ആരാധന, ഒരു ക്രിസ്ത്യ ജീവിതം, ഒരു ആത്മീയ അനുഭവം, ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്ന പല്ലവി പിന്നെയും പറയുക. ഒന്നാമത്തെ സഭ പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഒരു പരിശുദ്ധാത്മാവിൻ്റെ ആവിർഭാവത്തോടെ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുന്നു. പത്രോസിനൊരു വാഗ്ദത്തം കൊടുത്തു. എന്താ? സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക്. അത് നടക്കാൻ പോവുക ആത്മാവിൻ്റെ ആരാധനയോടുകൂടി. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലെടുത്ത് തുറന്ന് 3000 എണ്ണത്തിലെ പത്രോസ് എന്ത് ചെയ്തു? ദൈവരാജ്യത്തിൻ്റെ അംശികളാക്കി, ദൈവസഭയുടെ അംഗങ്ങളാക്കി. ഇത് വല്ലതും ഇന്നും വല്ലയിടത്തും ഉണ്ടോ? ഇന്ന് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ആ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് വരുന്നവരാണ് ദൈവരാജ്യത്തിൻ്റെ അംശികളാകുന്നത്. എങ്ങനെയുള്ള മാനസാന്തരം? സമൂലമായ മാനസാന്തരം. ഇന്നത്തെ മാനസാന്തരം എഫ്രൈമിൻ്റെ മാനസാന്തരം പോലെയാ. എഫ്രൈമിൻ്റെ മാനസാന്തരം എന്താ? ഇതോ മറിച്ചിടാത്ത ദോശ, പകുതി മാനസാന്തരം. അതാണ് ലവോദിക്ക പറയുന്നത്. ഇത്ര കൃത്യമാണെന്ന് നോക്കി. ശീതവാനായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഉഷ്ണവാനായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ശീതോഷ്ണവാൻ. മാനസാന്തരപ്പെട്ടോ? മാനസാന്തരപ്പെട്ടില്ല. എല്ലാം മാനസാന്തരപ്പെട്ടില്ലേ? മാനസാന്തരപ്പെട്ടു. പകുതി മാനസാന്തരം. ഇത് ഭൂമിയിൽ കിടക്കുന്ന വിശ്വാസികളിൽ നല്ലൊരു പങ്കും അതാണ്. ദൈവമക്കളെ, ഇത് 1/2 നൂറ്റാണ്ടുകളുള്ള പഠനത്തിലൂടെ ഞാൻ പറയുന്നത് വചനങ്ങളാണ്, അല്ല ചുമ്മാ പറയുകയല്ല. ഇന്നലെ ഇങ്ങോട്ട് കയറി വന്നിരുന്ന് പറയുകയല്ല. ഇത് പിതാക്കന്മാരിൽ നിന്നും കിട്ടിയ ദൈവവചനത്തിൻ്റെ ആഴമേറിയ അറിവുകളും സത്യവേദ പുസ്തകത്തിൽ നിന്ന് പഠിച്ചെടുത്ത ആഴമേറിയ അറിവുകൾ വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ചുമ്മാ പറയുകയല്ല. ഭാവി കോളേജിൽ പോയി ഒരു ഡിഗ്രി എടുത്തിട്ട് വന്ന് പറയുകയല്ല ഇത്. ഭാവി കോളേജിൽ പഠിച്ചിറങ്ങിയവരൊക്കെ കർത്താവിൽ നിന്ന് പ്രാപിച്ചില്ലെങ്കിൽ അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവർ കുറേ പഠിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേട്ട് ജനം നരകത്തിലോട്ടും. പൗലോസ് പറഞ്ഞു, എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്തിൽ അത്രയായിരുന്നു. പത്രോസ് പറഞ്ഞു, ഒരു വചനം സംസാരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ
അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ. ഇത് നോക്കി, കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് വന്നപ്പോൾ കൊർന്നല്യോസ് എന്താ പറഞ്ഞേ? നീ വന്നത് ഉപകാരം, ദൈവം നിന്നോട് കൽപ്പിച്ചതൊക്കെ കേൾപ്പാൻ നക്കണം ഞങ്ങൾ എല്ലാവരും ദൈവസേനയിൽ. ഇവിടെ ദൈവം കൽപ്പിച്ചതാണ് പ്രസംഗിക്കേണ്ടത്, കണ്ട ചപ്പൻ ചവറുമല്ല. വല്ലയിടത്തും വല്ലവരും ഒക്കെ പറഞ്ഞതല്ല എടുത്ത് പ്രസംഗിക്കേണ്ടത്. ദൈവം കൽപ്പിച്ചത്. പത്രോസ് ഒരു മുക്കുവനാ, വായിത്ത ഒന്നൊക്കെ വിളിച്ചു പറയും. അപ്പം അതുകൊണ്ട് ഒരു മുഴം മുമ്പേ അങ്ങോട്ട് എറിഞ്ഞു. ദൈവം നിന്നോട് കൽപ്പിച്ചത് കേൾക്കാനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നിനക്ക് കുറേ അഭിപ്രായങ്ങളും നിന്റെ തലമണ്ടയിൽ കുറേ ബുദ്ധി അറിവുകളൊക്കെ ഉള്ളതൊക്കെ അതൊക്കെ അങ്ങ് വെച്ചാൽ മതി. അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ദൈവം നിന്നോട് കൽപ്പിച്ചത്. ഈ ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൽ രണ്ടുപേര് അഗ്നി വിഴുങ്ങിക്കളഞ്ഞല്ലോ. എന്താ അതിൻ്റെ കാരണം? ഞാൻ വായിക്കാം. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂബും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗമിട്ട് അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി. ദൈവത്തിൻ്റെ അഗ്നി കൊണ്ടുള്ള ശുശ്രൂഷകളുണ്ട്. തീ കലശം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പഴയ നിമിത്തം. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, ഒത്തിരി പറയാനുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. യാഗാഗ്നി ഉണ്ട്, അത് അണഞ്ഞു പോകരുത്. അതൊരു ചട്ടിയിൽ അഗ്നി കത്തിക്കൊണ്ടിരിക്കുക, അതിൽ നിന്ന് വേണം തീ പിന്നെയും കത്തിക്കാൻ. വിളക്കെപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ പഴയ നിയമത്തിലെ പ്രമാണങ്ങളാണ്. ഇവിടെ അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. എന്താ ദഹിപ്പിക്കാനുള്ള കാര്യം? നാദാബും അബീഹൂബും അഗ്നി വിഴുങ്ങാനുള്ള കാരണം എന്താ പറ? തങ്ങളോട് കൽപ്പിച്ചിട്ടല്ലാത്ത അന്യാഗ്നി. തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി. ഇന്നത്തെ ആത്മീയഗോളത്തിൽ കത്തുന്ന അഗ്നി മുഴുവൻ അന്യാഗ്നിയാണ്. വിശ്വസിക്കാരെങ്കിലും പറഞ്ഞാൽ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ കത്തിക്കുന്ന തീ അന്യാഗ്നിയാണ്. ചോദിക്കും, പാസ്റ്റർ പിന്നെ എന്താ അത് വെന്തു പോകാത്തവരൊക്കെ? ഇവര് വെന്തുപോയി, അവരെന്താ വെന്തു പോകാത്തത്? അത് കൃപായുഗം, അതാൻ്റെ വ്യത്യാസം. എല്ലാം കൂടി ചേർത്ത് വെച്ചിരിക്കുക നരകത്തിൽ തള്ളാൻ. മനസ്സിലാവുണ്ടോ? കൃപായുഗമായിട്ട് വെന്തു പോകുന്നില്ല. അത് ന്യായപ്രമാണ യുഗമായിട്ട് അപ്പം തന്നെ കിട്ടി. മനസ്സിലായോ? തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിൽ ധൂപവർഗമിട്ട് ആ ദൈവത്തെ ആരാധിക്കുന്നതിന് ഒരു വ്യവസ്ഥ മോശ കൊടുത്തിട്ടുണ്ട്, ഒരു പ്രമാണം കൊടുത്തിട്ടുണ്ട്. ആ വ്യവസ്ഥ വിട്ടാൽ അത് അന്യാഗ്നിയാണ്. അവരെ അത് ദഹിപ്പിച്ചു കളയും. അതിൻ്റെ 15-ാം വാക്യത്തിൽ ഇത് എല്ലാ മാസവും പറയണമെന്ന് എൻ്റെ ചിന്ത, അല്ല എല്ലാവരും കേൾക്കണം ഇത്. അഹരോന്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുക്കെ ചെന്നിട്ട് മരിച്ചു പോയ ശേഷം യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, കൃപാസനത്തിന് മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന്, പപ്പ മരിക്കാതിരിക്കേണ്ടതിന്, മക്കള് മരിച്ചതിനെ കുറിച്ചൊരു ആലോചന ഇവിടെ ദൈവം പറയുക. യഹോവ മോശയോട് അരുളി ചെയ്തെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നേ. മക്കള് മരിച്ചുപോയി, ഇനി നീ മരിക്കാതിരിക്കാൻ എപ്പോഴും നീ കൃപാസനത്തിലേക്ക് വരരുത്. ഇതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. പെന്തക്കോസ്ത് സമൂഹമേ, ഇതൊക്കെ നമ്മൾ സാരമായിട്ട് തന്നെ കാണണം. ഇല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം അമ്പേ പരാജയപ്പെടും. പഴയ നിയമം പുതിയ നിയമം കൂടി ചേർത്ത് പഠിക്കണം നമ്മൾ. തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വരുന്നത് മത്തായി 28:20. എന്താ വാക്യം? ഞാൻ നിങ്ങളുടെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതി. കർത്താവ് കൽപ്പിച്ചത് പ്രകാരം നമ്മൾ കർത്താവിനെ ശിഷ്യരാക്കേണ്ടത്. എബ്രായത്തിൽ സമാഗമന കൂടാരമായിട്ടുള്ള വിഷയത്തിൽ പറയുന്നു, കൽപ്പിച്ചതുപോലെ ചെയ്യണമെന്നാണ് പറയുന്നത് എബ്രായ ലേഖനത്തിൽ. ഞാൻ ആ വാക്യം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു തരാം. എബ്രായ ലേഖനത്തിൽ അങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്, തങ്ങളോട് കൽപ്പിച്ചതുപോലെ എടുത്തു തരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
താവേ നന്ദിയോടെ സ്തോത്രം സ്തോത്രം. എബ്രായലേഖനം 8-ാം അധ്യായത്തിൻ്റെ കൂടാരം തീർപ്പാൻ 5-ാം വാക്യം. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ. അപ്പൊ പർവ്വതത്തിൽ ഒരു മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട് മോശയ്ക്ക് ദൈവം. കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമസഭയുടെ ഉപദേശം കൽപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപ്രകാരം നമ്മൾ ചെയ്തില്ലെങ്കിൽ ശുശ്രൂഷ അനുഗ്രഹത്തിന് പകരം ശാപമായി തീരും. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിന് ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ മുൻ പറഞ്ഞ പോലെ പിന്നെയും പറയുന്നത്, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ച് ശപിക്കപ്പെട്ടവൻ. ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അപ്പോസ്തലന്മാർ പറഞ്ഞതിനപ്പുറം പറഞ്ഞാൽ എൻ്റെ പൊന്നു പാസ്റ്റേ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഒരു ശുശ്രൂഷകനല്ല. ഇല്ലാത്തിടത്തോളം കാലം അവനൊരു ശുശ്രൂഷനാകത്തില്ല. അവൻ പഴയ പണിക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പം ഞാൻ പറഞ്ഞു, വചനത്തിൽ വ്യവസ്ഥ കിടപ്പുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം നമ്മൾ ചെയ്യണം. നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മളൊന്നും ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, കൊരിന്ത്യർ ലേഖനത്തിൽ ഞാൻ പറഞ്ഞ വാക്യം എന്താ? നിങ്ങൾ കൂടി വരുമ്പോൾ എന്തുണ്ട്? സ്തോത്രം 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 സ്തോത്രം. ആ വാക്യം തന്നെ എടുത്തൊന്ന് വായിക്കാം. ആ വാക്യം വായിച്ചു പോകുന്നതാണ് നല്ലത്. നമ്മൾ ഈ വചനം വായിക്കാതെ നമ്മുടെ വായി തോന്നുന്നതൊക്കെ മനസ്സിൽ തോന്നുന്നതൊക്കെ പറയാം. അതാണ് കുഴപ്പം. ആകിയാൽ സഹോദരന്മാരെ, എന്ത്? നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയവർദ്ധനവിനായി ഉതകട്ടെ. ഇപ്പം ഈ പറയുന്നതിലൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. പലരും ഉപദേശം മാത്രം പറയുന്നുണ്ട്, അതും തെറ്റിച്ചാ പറയുന്ന പലരും. അല്ലല്ലോ, ഇവിടെ സങ്കീർത്തനം ഉണ്ടെന്ന് പറയാൻ 150 സങ്കീർത്തനമല്ല. ദൈവത്തെ സ്തുതിക്കുന്നതിന് സങ്കീർത്തനം എന്ന് പറയും, പാടുന്നതിന് ആത്മാവിൽ പാടുക എന്ന് പറയും, അതിനും സ്തുതി സ്തോത്രങ്ങൾ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ചേർത്ത് വെച്ച് പഠിക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിച്ചെടുക്കണം. ഈ ആരാധനയെക്കുറിച്ച് പല ഭാഗത്ത് പറയുന്ന കാര്യങ്ങളുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിച്ച്. 3:16. കൊലോസ്യർ 3:16. അവിടെ എഴുതിയിട്ടുണ്ട് ആരാധനയെക്കുറിച്ച്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു ബുദ്ധി ഉപദേശിച്ചു നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടി മതി മതി. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. ഇവിടെ ഒന്നും പാട്ടില്ല കേട്ടോ. പാട്ടില്ല പാട്ടില്ല പാട്ടില്ല. പാട്ടുപാടി അനേകർ പാട്ടിലാക്കിക്കൊണ്ടിരിക്കുക. ഈ ന്യൂ ജനറേഷൻ ചർച്ചകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒടുക്കത്തെ പാട്ടാ. പാട്ട് 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 പാട് പാട്ട് 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 പാടി ജനത്തെ എന്ത് ചെയ്തിരിക്കുക? പാട്ടിലാക്കി വെച്ചിരിക്കുക. പിന്നെ ഇവർക്ക് പാട്ട് തന്നെ വേണം. ഞങ്ങളുടെ ഇവിടുത്തെ മോനും മോക്കും അത് തന്നെ അവസ്ഥ. അവർക്ക് പാട്ട് വേണം. എനിക്കിപ്പോൾ മനസ്സില്ല പാട്ട് പാടാൻ. കാരണം എനിക്ക് വ്യവസ്ഥ തെറ്റിക്കാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ കാര്യം. വേറെ കുഴപ്പമില്ല. വ്യവസ്ഥ തെറ്റിച്ച് എനിക്ക് അടി കിട്ടും. എനിക്ക് പേടിയാണ്. എനിക്ക് ദൈവത്തെ പേടിയാണ്. മനുഷ്യരെ ആരും പേടിയില്ല. ദൈവം അടിച്ചു കഴിഞ്ഞാൽ കൃമിക്കരിയായി പ്രാണൻ വിടും അല്ലേ? പ്രവൃത്തി 12 അങ്ങനെ കൃമിക്കരിയായി പ്രാണൻ വിട്ട ചരിത്രമുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ ഭക്തന്മാരായതുകൊണ്ട് നമ്മളെ അടിക്കുന്നില്ല. അടിയൊക്കെ ഓരോ നിലയിൽ കിട്ടും. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തന്നെ ഇരുന്ന് ദൈവത്തിന് ഇരുന്ന് ധ്യാനിച്ചെടുത്താൽ മതി. ഓരോരുത്തർക്കും ഓരോ നിലയിലൊക്കെ അടി കിട്ടും. എനിക്ക് നല്ല സൂപ്പർ അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറയല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, ആത്മീയ ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ വിട്ട് നമ്മളൊന്നും ചെയ്യരുത്. എഫേസ്യ ലേഖനം 5-ന്റെ അതിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയും ആരാധനയെക്കുറിച്ച് പറയുന്നുണ്ട്. ആരാധന എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. അനേകർ ആരാധന തെറ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പറയാൻ വലിയ ഹേമമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. സ്തോത്രം 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 സ്തോത്രം. 19-ാം വാക്യത്തിൽ അതിൻ്റെ 18 വരും വായിക്കുമ്പോൾ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഒന്നാന്തര 3x റമ്പ് കൊണ്ടുവന്ന് ഒഴിച്ചു വെച്ച് ഗ്ലാസ്സിൽ കുടിച്ച് പ്രസംഗിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടാക്കന്മാരും
നിറഞ്ഞു കിടക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വെള്ളമടച്ച് പരസ്യമായി നടക്കുന്ന വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പൊ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. പിന്നെ എന്തോ ചെയ്യണം? ആത്മാവ് നിറഞ്ഞവരായി. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ 150 സങ്കീർത്തനം അല്ലല്ലോ നമ്മൾ വായിക്കുന്നത്. ആത്മാവ് നിറഞ്ഞ് പറയുന്നതാണ് സങ്കീർത്തനങ്ങൾ. അത് അന്യഭാഷകളാകാം, ആത്മാവിൽ പാട്ടുകളാകാം, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. സ്തുതി എന്നുള്ളത് ഹല്ലേലൂയ സ്തോത്രം, മനസ്സിലായോ? സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഞാൻ ഈ പറയുന്ന മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങളല്ല. പുതിയ നിയമസഭയുടെ അപ്പോസ്തലനാണ്, അതിശ്രേഷ്ഠ അപ്പോസ്തലനാണ് പൗലൂസ്. ഗലാത്യർ 1:1 പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവനാണ് പൗലൂസ്. പൗലൂസ് പറയുന്നത് അനുസരിച്ചോണം, ഇല്ലെങ്കിൽ അടികൊണ്ട് പൊളയും. പിന്നെ കിടന്ന് ചക്രശ്വാസം വലിച്ചിട്ട് കഥയില്ല. ദൈവസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാർ പറഞ്ഞത് അനുസരിക്കുക, നമ്മൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. എനിക്ക് കിട്ടിയ വചന വെളിപ്പാടാണ്. എന്ത് വില കൊടുത്തും ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കാതെ മക്കളെ. ഇസ്രായേലിൽ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തോട് മോശ മുഖാന്തരം ഫറവോനോട് പറയുന്നത് എന്താ? എന്നെ ആരാധിപ്പൻ എൻ്റെ ജനത്തെ വിട്ടേക്കുക, എന്നെ ആരാധിപ്പൻ എൻ്റെ ജനത്തെ വിട്ടേക്കുക. എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? ദൂതന്മാരെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കാനാ, മനുഷ്യരെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കാനാ, പുതിയ നിയമസഭയെ ദൈവം രൂപപ്പെടുത്തിയെടുത്ത് ദൈവത്തെ ആരാധിക്കാനാ, ഇസ്രായേൽ മക്കളെ കുറിച്ചുള്ള ദൈവത്തെ ആരാധിക്കാനാ. നമുക്ക് ഇറച്ചിയും മീനും വെച്ച് ബിരിയാണി അടിച്ച് തിന്ന് സുഖിച്ചിങ്ങനെ ജീവിക്കാനല്ല. തിന്നരുതെന്നോ കുടിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവനവൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അതൊക്കെ ചെയ്തു കൊള്ളുക. പക്ഷേ ദൈവത്തെ ആരാധിക്കണം. കടന്നു വന്നിരുന്നു ആരാധിക്കാൻ പോകുമ്പോൾ ഉറങ്ങരുത്, തൂങ്ങരുത്, മയങ്ങരുത്. മനസ്സിലായ? വെള്ളം കുടിക്കും. ഫ്ലാസ്കിൽ ഇപ്പം തന്നെ വെള്ളം തീർന്ന്, രണ്ടാമതൊരു ഫ്ലാസ്ക് കൂടി വേണ്ടി വരും. ഇത് അവിടെ ഉണ്ട് വെള്ളം, ധാരാളം കുടിക്കാം. ഇത് കേൾക്കും തോറും ദാഹം വർദ്ധിക്കുകയെ. അതതിൻ്റെ കാര്യം. പുതിയ നിയമസഭയുടെ വ്യവസ്ഥ നമ്മൾ പാലിക്കാതെ അങ്ങോട്ട് ചെല്ലാന്ന് ആരും വിചാരിക്കേണ്ട. ഇവിടെ കിടക്കും. ഇവിടെ കിടന്ന് ബഹളമൊക്കെ വെച്ച് കർത്താവ് വരുമ്പോൾ തൊഴിഞ്ഞ് ഇവിടെ കിടക്കും. ആത്മാവിൽ ആരാധിച്ച് ആത്മസ്വഭാവമുള്ളവരായി ആത്മാവിനനുസരിച്ച് നടക്കുന്നവരായി, സ്തോത്രം സ്തോത്രം സ്തോത്രം, ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ കീഴ്പ്പെടുത്തുന്നവരായി, ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, അവൻ്റെ ദിവ്യ സ്വഭാവം വചനത്തിലൂടെ ഉപദേശത്തിലൂടെ പഠിച്ചെടുത്ത് അത് പ്രാപിച്ചെടുത്ത് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങുവാൻ ഈ പ്രാരംഭ സമയത്തുള്ള ചെറിയ മെസ്സേജ് 22-23 മിനിറ്റോളം ഉണ്ട്. അത് നമുക്ക് കർത്താവ് അതിലൂടെ കൃപ തരട്ടെ. ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. കൊരിന്ത്യർ ലേഖനത്തെക്കുറിച്ച് ഞാൻ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ എപ്പോഴും പറയുന്നുണ്ടല്ലേ, ബഹുരു ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. 1-ാം ലേഖനത്തിൽ അവർ ശിശുക്കളെ പോലെയായി, 2-ാം ലേഖനത്തിൽ അവർ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി. അതുപോലെ ലേഖന പഠനം കൊണ്ട് നമുക്കുണ്ടാകേണ്ടത് എന്താണ്? അതാ ഉപദേശം പഠിപ്പിച്ചങ്ങനെ ആക്കിയെടുക്കണം. എൻ്റെ ഹൃദയത്തിൽ കർത്താവ് ഇടപെട്ടൊരു ചിന്ത, ഈ പുതിയ നിയമ വിശ്വാസികളിൽ ഉപദേശം കേൾക്കാത്ത വിശ്വാസികളെ നമ്മൾ വഴക്ക് പറയരുത്. അവർക്കറിയത്തില്ല, അവർ ഉപദേശം കേട്ടിട്ടില്ല. ഞാൻ വഴക്ക് പറയുന്ന മുഴുവൻ ഈ അപ്പോസ്തല ഉപദേശം 8-10 വർഷം കേട്ടവരെയാണ്. ഒരു മയവും ഇല്ല അവരോട്, മായവും ഇല്ല, മയവും ഇല്ല. 8-10 വർഷം അപ്പോസ്തല ഉപദേശം കേട്ട് കിടന്നവരോട് ഒരു മയവും ഇല്ല, മായവും ഇല്ല. ശക്തിയോടെ പറയും. അങ്ങനെയുള്ളവർ വളരെ കുറവാണ് നമ്മുടെ ഇടയിൽ. മുഴുവൻ പേരിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഉപദേശം കേൾക്കുക. സ്തോത്രം. ഉപദേശം കേൾക്കുക, പഠിക്കുക, അനുസരിക്കുക. 1 കൊരിന്ത്യർ 3:10 എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കത്തോണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇരിക്കുന്നു. പൗലോസ് ആരാ? ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പി, ബിൽഡർ, മാസ്റ്റർ ബിൽഡർ. ദൈവസഭയുടെ മാസ്റ്റർ ബിൽഡറാണ് പൗലോസ്. ഈ വീട് കെട്ടുമ്പോൾ ഇതിൻ്റെ ഒരു ബിൽഡർ ഉണ്ടായിരുന്നു, രവി എന്ന അദ്ദേഹത്തിൻ്റെ പേര്. നല്ലൊരു അധ്വാനിയായിട്ട് എനിക്ക് മനസ്സിലാക്കി. അവനൊരു ഈ വെക്കാട്ട് പണിക്കാരുടെ അടുക്കൽ ചാന്ത് കൊടുച്ചു കൊടുക്കാൻ നിന്നവന് സുജി രവി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നല്ല വിശ്വസ്തയോടെ നിന്ന് ആ
ചാന്ത് കുഴച്ച് കൊടുത്ത് ആശാൻ പോകുമ്പോൾ ആ കൊരണ്ടി എടുത്ത് ഇങ്ങനെ വീശി പിന്നെ കെട്ടി വിൽ ബ്രിക്സ് വെച്ച് കെട്ടി ഒക്കെ പണിച്ച് അവൻ നല്ലൊരു പണിക്കാരനായി. ഗൾഫിൽ പോയി കുറച്ച് കാശുണ്ടാക്കിക്കൊണ്ടുവന്നു, കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം വാങ്ങി, അവന് വീടുകൾ പണിത് കൊടുത്ത് ഇപ്പോൾ അവൻ വലിയ കോടീശ്വരൻ. അധ്വാനിച്ചുണ്ടാക്കിയ കാശ്. അത് മുഖാന്തരം അനേകരെ ജോലി കൊടുത്ത് അവൻ്റെ കീഴിൽ അനേകർ ജോലി ചെയ്ത് ജീവിക്കുന്നു. എൻ്റെ ഒരു സ്നേഹിതനാണ് രവി എന്ന പേര്. അദ്ദേഹം പണിത വീടായി. ഇത് പണിയുമ്പോൾ ആദ്യത്തെ കല്ല് തൊട്ട് എല്ലാ കല്ലും വെക്കുമ്പോഴും ഞാൻ കൂടെയുണ്ട്. സ്വത്രം. അപ്പൊ ആ ബിൽഡർ പണിത വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്നതുപോലെ ദൈവസഭയ്ക്ക് ഒരു ബിൽഡറുണ്ട്. അത് പൗലോസ് പറയുന്നത് ഞാനാണെന്ന്. എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി സ്ഥാനമിട്ടിരിക്കുന്നു. മാസ്റ്റർ ബിൽഡർ. ഇംഗ്ലീഷ് KJV അങ്ങനെ എഴുതിയിരിക്കുന്ന മാസ്റ്റർ ബിൽഡറായി ഞാൻ അടിസ്ഥാനം. എന്തായി മാസ്റ്റർ ബിൽഡറിന്റെ പ്രത്യേകത? ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം അവൻ സഭ പണിയുക. ശ്രദ്ധിച്ചു കേൾക്കണേ. ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം വിശ്വാസികളെ അവൻ പണിതുകൊണ്ടിരിക്കുക. ഇന്ന് പാസ്റ്റർമാർ അങ്ങനെയാണോ ചെയ്യുന്നത്? അവരവർക്ക് തോന്നിയ പോലെ. ചിലർ പാട്ട് പാടി പണിയുക, ചിലര് പിന്നെ വഴക്ക് പറഞ്ഞ് പണിയുക, ചിലര് തോന്നിയ പോലെ പണിയുക, ചിലര് ആതുര സേവനം നടത്തി പണിയുക. സൽപ്രവൃത്തി നമ്മളെല്ലാവരും ചെയ്യണം. സൽപ്രവൃത്തി ചെയ്ത് പണിയുക. ഇതൊക്കെ വേണ്ടെന്നല്ല, അതൊക്കെ ക്രമാതീതമായി നമുക്കനുസരിച്ച് വേണം. എന്നാൽ ഒരു വിശ്വാസിയെ ക്രിസ്തുവിനോട് അടുപ്പിക്കുവാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടു നിർത്താൻ അതിനുള്ള വ്യവസ്ഥ, ദൈവവചനത്തിന്റെ വ്യവസ്ഥ ഇവിടെ പൗലോസ് പഠിപ്പിക്കും. പ്രധാന ശില്പി, മാസ്റ്റർ ബിൽഡർ, ദൈവസഭ പണിത മാസ്റ്റർ ബിൽഡർ. പൗലോസിനെ പോലെയുള്ള മാസ്റ്റർ ബിൽഡർമാരുണ്ടായിരുന്നെങ്കിൽ ഒരു ദുരുപദേശികളും ഇന്ന് നമ്മുടെ ഇടയിൽ കാണത്തില്ല. ഉപദേശം പഠിച്ചവൻ വേണം ഉപദേശം പറയാൻ. ഇല്ലാത്തവർ പറഞ്ഞാൽ ഇതുപോലേക്ക് ഇരിക്കും, ഇപ്പൊ ഇരിക്കുന്ന പോലേക്ക് ഇരിക്കും സഭ. ഉപദേശം കൊണ്ടാണ് ജനത്തെ പണിത് നന്നാക്കുന്നത്. ഉപദേശം പറയുമ്പോൾ ആ ഉപദേശത്തിന് മുൻപാകെ ജനം സമർപ്പിക്കപ്പെടുമ്പോൾ ആരാ പണിയുന്നത്? ആത്മാവ്. എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ ആത്മാവ് പണിതു വരുന്നു. ഇതൊക്കെ വ്യവസ്ഥപ്രകാരം പഠിക്കുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുന്നു. ഞാനിപ്പോൾ അത് വായിച്ച് കേൾപ്പിച്ചു തരാം. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല. എഫേസ്യർ 2:19 മുതൽ. ദൈവത്തിന്റെ ഭവനക്കാരത്രേ, അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹോദരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ കണ്ടോ, യേശുക്രിസ്തു ആകുന്ന മൂലക്കല്ലിനോട് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ, അവർ പറയുന്ന അടിസ്ഥാന ഉപദേശത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണി. അപ്പോൾ പരിശുദ്ധാത്മാവാണ് പണിയുന്നത്. ഞാൻ ഉപദേശം പറയുമ്പോൾ ഫ്രാൻസിസ് സഹോദരൻ വിശ്വസിക്കുന്നു. ആ വിശ്വസിച്ച് കഴിയുമ്പോൾ, അതനുസരിച്ച് കഴിയുമ്പോൾ ആത്മാവ് നിങ്ങളെ പണിയുക. ഞാൻ ഈ പറയുന്ന ഉപദേശം അല്ലെങ്കിൽ ഒരു പാസ്റ്റർ പറയുന്ന ഉപദേശം ഒരു വിശ്വാസി കേട്ട് അതനുസരിക്കുന്നെങ്കിൽ ആത്മാവ് നിന്നെ പണിയത്തില്ല. പിന്നെ ബിരിയാണി തിന്നുകൊണ്ട് പോകാം. നിങ്ങളെ കുറിച്ച് പറയല്ലേ, എല്ലാവരെ കുറിച്ച് പറയുക. ചാപ്പാട് അടിച്ചിട്ട് പോകാൻ സുഖമായിട്ട് ക്യാമ്പൊക്കെ വിട്ട് എന്ന് പറഞ്ഞു. ഒരു ഗുണവുമില്ല. അത് പുറത്തെ മനുഷ്യന് കിട്ടി, ഉള്ളിലുള്ളതൊന്നും കിട്ടിയില്ല. ഞാനിവിടെ ഉപദേശം പറയുമ്പോൾ നിങ്ങൾ ആ ഉപദേശം, ഞാൻ കർത്താവിൻ്റെ ദാസൻ, എളിയ ദാസൻ, ഏറ്റവും ചെറിയ എളിയ ദാസൻ, ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ആ ഉപദേശം കേട്ടങ്ങ് അനുസരിച്ച് കർത്താവേ മനസ്സിലും സമർപ്പിക്കും. ആത്മാവ് നിങ്ങളെ പണിക്കും. ഇല്ലെങ്കിൽ ഒരു ചുക്ക് നടക്കില്ല. കേട്ടിട്ട് പോകാൻ മാത്രം. വെച്ച് കഴിക്കുന്ന ചാപ്പാടും വെച്ച് തിന്നിട്ട് ഏമ്പക്കം വിട്ട് പോകും, ഒരു ഗുണവുമില്ല. ആ ചാപ്പാട് തന്നവൻ്റെ കാശ് പോയി. ഒരു ഗുണമില്ല. സഹോദരന്മാരെ, ഞാൻ ഉള്ളതുപോലെ അങ്ങ് പറയുക, നിങ്ങൾ ആരും വിഷമിക്കരുത്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നത്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കും. ഞാൻ സത്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശത്രുവായി പോയോ? ഗലാത്യർ 4:16. സത്യം പറഞ്ഞാൽ ശത്രുവായി പോയി, എന്ത് ചെയ്യാനാ?
കണ്ട ചപ്പും ചവറും പറഞ്ഞ് അനുഗ്രഹിക്കും, വിസ തരും, ആസൂത്രം വീട് തരും, കാറ് തരും, ലോഡ് തരും, കാറ് BMW തന്നെ തരും എന്ന് പറയുമ്പോഴേ സന്തോഷം വരുള്ളൂ. ജോലി തരും. ആ പിന്നെ നിനക്ക് ജോലി തരാനും നിനക്ക് കാറ് തരാനും നിനക്ക് വീട് തരാനും അല്ലേ കർത്താവ് വന്നേ. കർത്താവ് വന്ന് എന്താണെന്ന് സക്കായിയോടനുബന്ധിച്ച് കർത്താവ് പറയിപ്പിക്കുന്നുണ്ട്. എന്തിനാ വന്ന കർത്താവ്? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുക്രിസ്തു വന്നത് മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ വിടിവിക്കാനാ. അല്ല നമുക്കിവിടെ വീടും കാറും തന്ന് നമ്മളെ സുഖിപ്പിച്ച് ജീവിക്കാനല്ലെന്ന് നമ്മൾ ആദ്യം ഓർത്തുകൊള്ളണം.